ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ പാർട്ട് എപ്പിസോഡ് നോക്കാൻ പോകുന്നത് എക്സ്പ്ലോയിറ്റ് എന്താണ്, എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസ് ഒക്കെ എന്താണ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്പ്ലോയിറ്റ് എങ്ങനെയാണ്, ഒരു എക്സ്പ്ലോയിറ്റ് മൊഡ്യൂൾ എങ്ങനെ കണ്ടുപിടിക്കാം. സോ ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റിന്റെ ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് മെറ്റസ്പോൾട്ട യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പഠിച്ചിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ നമ്മൾ എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിച്ചത്, എക്സ്പ്ലോയിറ്റിന്റെ ബാക്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. ജസ്റ്റ് മെറ്റസ്പോൾട്ട എന്താണ് അത് വെച്ചിട്ടുള്ള ഡെമോ അറ്റാക്ക് കാണിച്ചു. സോ നമുക്ക് ഇനി എന്തായാലും നമ്മൾ ഒരു ഡീപ്പ് ലേണിംഗിലേക്ക് പോവുകയാണ്. അപ്പം നെറ്റ്വർക്കിംഗ് കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ കുറെ അറ്റാക്കിലേക്ക് പോകണം. അപ്പം എക്സ്പ്ലോയിറ്റ് എന്താണ്, അതിനെക്കുറിച്ച് ഒരു ധാരണ ഒക്കെ വേണം. സോ പ്രാക്ടിക്കൽ വീഡിയോ ആണ്, തിയറി ബേസ്ഡ് വീഡിയോ ആണ്. ജസ്റ്റ് കണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ എൻഡ് മാക്സിമം ഞാൻ സ്പീഡിൽ തന്നെ എൻഡ് ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് മാക്സിമം നോക്കാം. അപ്പൊ നമുക്ക് എക്സ്പ്ലോയിറ്റ് എന്താന്ന് നോക്കാം. ഓക്കെ വാട്ട് ഈസ് എൻ എക്സ്പ്ലോയിറ്റ്? An exploit is a piece of code, script or technique that take advantage of vulnerability in software, hardware or system to cause unintended behavior. Example, if a website has an input field that does not properly validate user input, an attacker can exploit it using SQL injection to gain access to the database. ഓക്കെ, അതായത് എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കോഡ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്താണ്, വൾണറബിലിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടറിന് വീക്ക്നെസ് മനസ്സിലാക്കി അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചുരുക്കത്തിൽ ഇപ്പൊ ഇവിടെ ഇൻ ടേംസ് കാണിച്ചിട്ടുണ്ട്. ഇൻ സിമ്പിൾ ടേംസ്, വൾണറബിലിറ്റി ഈക്വൽ ടു വീക്ക്നെസ്, എക്സ്പ്ലോയിറ്റ് ടൂൾ ടു ബ്രേക്ക് ദാറ്റ് വീക്ക്നെസ്. ഓക്കെ, അതായത് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് സുഖമില്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താവും, അത് നമ്മളെ തളർത്തും. അതാണ് നമ്മുടെ വീക്ക്നെസ്. ഓക്കെ, എക്സ്പ്ലോയിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മരുന്നാണ്. അത് നമ്മുടെ ശരീരത്തിനെ ബാക്ക് ടു നോർമൽ ആക്കും. ഇപ്പം ഒരു ഹാക്കർ വൾണറബിലിറ്റി കണ്ടുപിടിച്ച ടൂൾ ഉപയോഗിച്ച് നേരെയാക്കാൻ നോക്കത്തുള്ളൂ. അതേസമയം ഒരു അൺഎത്തിക്കൽ ഹാക്കർ ആണെങ്കിലോ, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആണെങ്കിൽ എന്ത് ചെയ്യും, അതേ ടൂൾ ഉപയോഗിച്ച് സിസ്റ്റം ബ്രേക്ക് ചെയ്യാനേ നോക്കത്തുള്ളൂ. അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് ഒരു സുഖമില്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറിന്റെ അടുത്തു. ഡോക്ടർക്ക് അറിയാം എന്തൊക്കെയുണ്ട്, ഡോക്ടർ ഉപയോഗിക്കുന്നത് മരുന്ന് ടൂളാന്ന് വിചാരിക്കുക. അപ്പൊ ഡോക്ടർക്ക് അറിയാം എന്തൊക്കെയുണ്ട് നമ്മുടെ ബോഡി നടപ്പുണ്ട്. ഓക്കെ, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, എങ്ങനെ ഇത് മാറ്റാം, ഒരു ഡാറ്റാബേസ് ഡോക്ടറിന്റെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഡോക്ടർ ചികിത്സിക്കുന്നത്. ഓക്കെ, അതുപോലെയാണ് പറഞ്ഞത്, നമുക്ക് വൾണറബിലിറ്റി, നമ്മുടെ ശരീരത്തിന് സുഖമില്ലായ്മ വന്നാൽ അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആവും. അതിനെ ചികിത്സിക്കാനുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റ്, ടൂൾസ് ടു ബ്രേക്ക് ദാറ്റ് വീക്ക്നെസ്. ഓക്കെ, ആ ടൂൾ ഉപയോഗിച്ച് നമ്മൾ മരുന്ന് കണ്ടുപിടിച്ച്, ഓക്കെ, നമ്മൾ എന്താണ്, ആ രോഗത്തിനുള്ള ചികിത്സ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ ക്യൂർ ചെയ്യുന്നതിനാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ, ഇതിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ശരിക്കും ഒരു എക്സ്പ്ലോയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അതിന്റെ എവിടെയാണോ ആസ് എ എത്തിക്കൽ ഹാക്കർ നമ്മൾ എന്ത് ചെയ്യുക, അത് സിസ്റ്റത്തിന്റെ എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിച്ച് അതിന്റെ ഉള്ളിൽ കയറി ചെന്ന് ഇത് എങ്ങനത്തെ എക്സ്പ്ലോയിറ്റ് എന്ന് മനസ്സിലാക്കി അത് പ്രിവെന്റ് ചെയ്യാനുള്ള വഴിയാണ് നോക്കുന്നത്. അന്ന് അൺഎത്തിക്കൽ ഹാക്കർ ആണെങ്കിലോ എന്ത് ചെയ്യും, എക്സ്പ്ലോയിറ്റ് ബ്രേക്ക് ചെയ്യും, സിസ്റ്റത്തിന്റെ ആക്സസ് കൺട്രോൾ ചെയ്യും. ഇതാണ് എന്താണ് പറയുന്നത്, എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഒരു പീസ് ഓഫ് കോഡാണ്, സ്ക്രിപ്റ്റ് നമ്മൾ ട്രെയിൻ ചെയ്തുണ്ടാക്കുന്നുണ്ട് സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറിനെ ബാധിക്കുള്ള രീതിയിൽ. ഓക്കെ, അപ്പം അടുത്ത് നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് എക്സ്പ്ലോയിറ്റ്. ഓക്കെ, റിമോട്ട് എക്സ്പ്ലോയിറ്റ് ഉണ്ട്, ലോക്കൽ എക്സ്പ്ലോയിറ്റ് ഉണ്ട്, ക്ലയന്റ് സൈഡ് എക്സ്പ്ലോയിറ്റ് ഉണ്ട്. റിമോട്ട് എക്സ്പ്ലോയിറ്റ് അറ്റാക്ക് ഫ്രം അനദർ സിസ്റ്റം ഓർ ദ നെറ്റ്വർക്ക്, അതായത് വാൻ എന്ന് പറയും, വൈൽഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, റിമോട്ട് എന്ന് പറയുമ്പോൾ വൈൽഡ് ഏരിയ നെറ്റ്വർക്കിൽ അറ്റാക്ക്, അതായത് നമ്മൾ മെറ്റസ്പോൾട്ട് വെച്ച് വെഡ്പ്രസ് ഹാക്ക് ചെയ്യാൻ പഠിച്ചു, അതുപോലെ ആൻഡ്രോയിഡും വിൻഡോസ് ഹാക്ക് ചെയ്യാൻ പഠിച്ചു. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് നമ്മൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് അറ്റാക്ക് ചെയ്ത് എൽ ഹോസ്റ്റ് യൂസ് ചെയ്ത IP അഡ്രസ് വെച്ചാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നമ്മുടെ IP അഡ്രസ്സും വെച്ചു, പിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന്റെ IP അഡ്രസ്സും വെച്ചു, അങ്ങനെയാണ്. ഓക്കെ, അതാണ് റിമോട്ട് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ലോക്കൽ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുമ്പോൾ റിക്വയർ ലോക്കൽ ആക്സസ് ടു ദ മെഷീൻ, അതായത് ആ മെഷീനുമായിട്ട് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവണം, ഒന്നെങ്കിൽ സെയിം വൈഫൈ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ടിട്ട് പാക്കറ്റ് സെൻഡ് ചെയ്തിട്ടോ, ഫയൽ ഇൻജെക്ട് ചെയ്തിട്ടോ, ഓക്കെ, ഷെൽ അപ്ലോഡ് ചെയ്തിട്ടോ അങ്ങനെ ആയിരിക്കണം. ക്ലയന്റ് സൈഡ് എക്സ്പ്ലോയിറ്റ് ടാർഗറ്റ് യൂസേഴ്സ് ത്രൂ മലീഷ്യസ് ഫയൽ ഓർ വെബ്സൈറ്റ്. ഓക്കെ, ഇന്നലെ നമ്മൾ വൾണറബിൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ നോക്കി. അതിലെന്താണ് ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്, അതിന്റെ വീക്ക്നെസ് ഒക്കെ ഓക്കെ ഓർക്കുന്നുണ്ടോ? അപ്പം അതിൽ ഒരു ഷെൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഇത് പാർട്ട് കിട്ടി, നമ്മൾ ഡയറക്ടറി അറ്റാക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു ഹിഡൻ ഡയറക്ടറി കിട്ടി, അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഷെൽ അപ്ലോഡ് ചെയ്യായിരുന്നു. സോ ഇതും കൂടെ, ഈ എക്സ്പ്ലോയിറ്റും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഷെൽ എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതും കൂടെ കവർ ചെയ്തിട്ടാണ് ഷെൽ, റിവേഴ്സ് ഷെൽ എന്താണ്, ബാൻ ഷെൽ എന്താണ്, അതും കൂടെ പഠിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞ ഡയറക്ടറി അറ്റാക്ക് ഫുള്ള് ഒരു ബേസിക് ഒരു ബേസിക് വെബ്സൈറ്റ് ഹാക്കിങ്ങിന്റെ ഒരു ഫണ്ടമെന്റലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലയന്റ് സൈഡ് എക്സ്പ്ലോയിറ്റ് അറ്റാക്ക് ആവും. ഓക്കെ, ഒരു റിവേഴ്സ് ഷെൽ അപ്ലോഡ് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ നാളെ റിവേഴ്സ് ഷെല്ലും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഹാക്കിങ്ങിൽ ഏകദേശം ഒരു 50% നമ്മൾ പഠിച്ചു. ഓക്കെ, വെബ്സൈറ്റ് ഹാക്കിങ്ങിൽ 50% നമ്മൾ പഠിച്ചു. ഓരോ ഫേസ് ഉണ്ട്.
വെബ്സൈറ്റ് വെബ് ഹാക്കിംഗ് ഉണ്ട്, ആൻഡ്രോയിഡ് ഹാക്കിംഗ് ഉണ്ട്, വിൻഡോസ് ഹാക്കിംഗ് ഉണ്ട്. സോ അങ്ങനെ നെറ്റ്വർക്ക് ഹാക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഫേസ് ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ ഫേസ് ഇങ്ങനെ കവർ ചെയ്താൽ വരുന്നത്. സോ ഇങ്ങനെയാണ് ഇപ്പം എക്സ്പ്ലോയിറ്റ് എന്താണ്, ടൈപ്പ് ഓഫ് എക്സ്പ്ലോയിറ്റ് എന്താണ്. ഇതിപ്പോൾ കസ്റ്റം എക്സ്പ്ലോയിറ്റ് ഉണ്ട്, അതായത് നമ്മൾക്ക് എൻമാപ്പിൽ കൂടെ കിട്ടുന്നത്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കസ്റ്റം എക്സ്പ്ലോയിറ്റ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞാണ് ടൈപ്സ് ഓഫ് എക്സ്പ്ലോയിറ്റ് എന്താ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇതിപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ജസ്റ്റ് പ്രാക്ടിക്കൽ പോലത്തെ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എൻമാപ്പ് വെച്ച് സ്കാൻ ചെയ്തതാണ്. ഓക്കെ, എൻമാപ്പ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കവർ, നമ്മൾ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ എൻമാപ്പ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. സോ അതൊന്നും ഓർത്ത് അറിയേണ്ട കാര്യമില്ല. ഓക്കെ, എൻമാപ്പ്, ഇതിൽ എൻമാപ്പ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു മെഷീൻ തന്നെ സ്കാൻ ചെയ്തതാണ്. ഇവിടെ കാണാം പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സർവീസ്. ഓക്കെ, ഇവിടെ 21 TCP ഓപ്പൺ പോർട്ട് FTP എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഇതിലൂടെ ഫയൽസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ വെർഷൻ നോക്കാം. ഓക്കെ, VS FTPD 2.3.4. ഓക്കെ, നമുക്ക് ഇതിനു മുമ്പുള്ള അറ്റാക്കിലേക്ക് ഞാൻ കണ്ടു, നമ്മൾ വെർഷൻ ഡിറ്റക്ട് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് നമ്മൾ ഡീപ്പ് ലേണിംഗിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീപ്പ് ലേണിംഗ് കവർ ചെയ്യാൻ പോകുന്നു. അപ്പൊ ജസ്റ്റ് നിങ്ങളൊരു എൻമാപ്പ് വെച്ചിട്ട് സ്കാൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെർഷൻ കിട്ടി. ഓക്കെ, പോർട്ട് കിട്ടി, ഏതൊക്കെ മെഷീൻ റണ്ണിങ് ആണ്, ലൈവ് മെഷീൻ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് കിട്ടി, വെർഷൻ കിട്ടി. അപ്പൊ വെർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആ വെർഷൻ ഒന്ന് കോപ്പി ചെയ്യുന്നു, അതായത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, കോപ്പി ചെയ്യുന്നു. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ എന്താണ്, ഒന്നെങ്കിൽ ഫയർഫോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം യൂസ് ചെയ്യാൻ ഗൂഗിൾ വേണം. സോ നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് പേസ്റ്റ് ആയിട്ടില്ല, നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, VF FTPD 2.3.4 എക്സ്പ്ലോയിറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോയിറ്റ് സെർച്ച് ചെയ്യണം. ഓക്കെ, എക്സ്പ്ലോയിറ്റ് സെർച്ച് ചെയ്യണം. മൾട്ടിപ്പിൾസ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ആണ്, അതായത് ഗൂഗിൾ ഡാറ്റാബേസിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ എക്സ്പ്ലോയിറ്റ് ആണ്. ബട്ട് എന്താണ് റാപ്പിഡ് 7 പോലത്തെ ഞാൻ പറയാം. ഒന്ന് റാപ്പിഡ് 7 യൂസ് ചെയ്യാം, എക്സ്പ്ലോർ ഡാറ്റാബേസ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, രണ്ടെണ്ണം ഇപ്പോൾ ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, മേ ബി ടൈം എടുക്കും. ഇതിൽ നമുക്ക് എന്താണ്, നമുക്ക് ടെർമിനൽ യൂസ് ചെയ്ത് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ റാപ്പിഡ് 7 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെറ്റാസ്പോൾട്ടിന്റെ ബിൽഡേഴ്സ് തന്നെയാണ്, മെറ്റാസ്പോൾട്ട് ഫ്രെയിംവർക്കിന്റെ ബിൽഡേഴ്സ് തന്നെയാണ് റാപ്പിഡ് 7 എന്ന് പറയുന്നത്. പിന്നെ എക്സ്പ്ലോർ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ ഡാറ്റാബേസ് ലീക്ക് ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഏകദേശം എന്നോട്ട് കമ്പ്യൂട്ടറിന് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തു, അന്നോട്ട് വീക്ക്നെസ്സും എക്സ്പ്ലോയിറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. സോ മില്യൻസ് ഓഫ് എക്സ്പ്ലോയിറ്റും ഡാറ്റാബേസും ഒക്കെ ഉണ്ടാവും, നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം വെർഷൻ ഡിറ്റക്ട് ചെയ്യുക, വെർഷൻ ഡിറ്റക്ട് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അത് നേരെ നമ്മൾ ഇത്രയും സിമ്പിൾ ആണ്, നമ്മൾ ഗൂഗിളിലേക്ക് വരിക, എക്സ്പ്ലോയിറ്റ് ഉണ്ടോ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ടാണ്. ഓക്കെ, ലോഡ് ആവുന്നുണ്ട് നെറ്റ്വർക്കിന്റെ. ഓക്കെ, ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം, VS FTPD ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ. അതായത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിലെ വെർഷൻ 2.3.4 ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ ആണ്. ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു അറ്റാക്കറിന് ഒരു പേലോഡോ സംതിങ് മലീഷ്യസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് നെറ്റ്വർക്കിൽ കൂടെ ബൈപ്പാസ് ചെയ്തിട്ട്, അതായത് നോർമൽ ഒതന്റിക്കേഷനെ മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് സിസ്റ്റത്തിന്റെ ഫുൾ ആക്സസ് കിട്ടും. അതിനാണ് ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ. അതായത് നോർമൽ ഒതന്റിക്കേഷനെ ബൈപ്പാസ് ചെയ്യാതെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാക്ക്ഡോർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ, ദിസ് മൊഡ്യൂൾ എക്സ്പ്ലോയിറ്റ് ഇസ് എ മലീഷ്യസ് ബാക്ക്ഡോർ ദാറ്റ് വാസ് ആഡഡ് ടു ദ EVSF FTP ഡൗൺലോഡ് archive. The backdoor was introduced into the VF FTPD 2.3.4. ഓക്കെ, സിപ്പ് ഫയലിനാണ് tar.zip എന്ന് പറയുന്നത്. archive between June 13, 2011 and July 1st, 2011. സോ ഇത് കണ്ടുപിടിക്കുന്നത് 2011 അതുപോലെ ജൂലൈ 1 ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് റീസെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ ബാക്ക്ഡോർ വാസ് റിമൂവ്ഡ് ഓൺ July 3, 2011. ഓക്കെ, റിമൂവ്, പക്ഷെ ഇത് ഇപ്പോഴും വർക്ക് ചെയ്യും. ഓക്കെ, ഈ എക്സ്പ്ലോയിറ്റ് ഏതിലാണ് റൺ ചെയ്യുന്നത്, മെറ്റാസ്പോൾട്ട ഫ്രെയിംവർക്കിലാണ്. ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് MSF കൺസോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അറ്റാക്ക് നടത്താൻ പറ്റും. ജസ്റ്റ് അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ അറ്റാക്കിലേക്ക് പോകുന്നില്ല, ഞാൻ എക്സ്പ്ലോയിറ്റ് എന്താണ് അതിന്റെ കാര്യം കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെയാണ് ഇത് ഡിസ്ക്ലോസ് ചെയ്തത് July 3, 2011. പക്ഷെ ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇപ്പോഴും എന്താണ്, പല സർവീസും പല വെബ്സൈറ്റും പല ആപ്ലിക്കേഷനും ഈ വെർഷൻ തന്നെ റൺ ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ നമുക്ക് ഇത് വെച്ച് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കുവാണെങ്കിൽ ഡാറ്റാബേസ് എക്സ്പ്ലോയിറ്റ്. ഇത് കസ്റ്റമായിട്ട് കാളിനെക്സിലും പാരറ്റോസിലൊക്കെ വരുന്നതാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് EDB ID. ഓക്കെ, EDB ID എന്ന് വെച്ചിട്ടുണ്ട് എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസ് ഐഡന്റിഫയർ. ഓക്കെ, ഏത് ടൈപ്പുള്ള എക്സ്പ്ലോയിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊരു ID ഉണ്ട്. ആ
ആ ഐ ഡിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 49757. ഓക്കെ, ഇത് ഏത് തരത്തിലുള്ള എക്സ്പ്ലോയിറ്റ് ആണ്? ജസ്റ്റ് നമ്മൾ കമാൻഡ് സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ, ഇതിനും മേലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും ഇത് എന്താണ് FTPD അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബാക്ക് ഡോർ കമാൻഡ് ആണ്, ഒരു എക്സ്പ്ലോയിറ്റ് എന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ CVE. ഓക്കെ, CVE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ വൾനറബിലിറ്റീസ് ആൻഡ് എക്സ്പോഷർ. ഓക്കെ, അതായത് ഇത് എപ്പോൾ ഡിസ്കവർ ചെയ്തു, ഇതിന്റെ ഐഡിയ എന്താണെന്ന് CV നോക്കുകയാണെങ്കിൽ 2011, പിന്നെ 2011, 25, 21. 2011 പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ആയ ഡേറ്റ്, അതുപോലെ ഇതിന്റെ ഐഡിയ ആണ്. സോ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് 2011, 25, 23. ഓക്കെ, ഓദർ ഹെർക്കുലൈസ്, ഓക്കെ വാട്ടെവർ, എന്താ പ്രൊണൗൺസ് ചെയ്യാൻ കിട്ടുന്നില്ല. ഓക്കെ, ടൈപ്പ് റിമോട്ട്. അതായത് റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് നമുക്ക് ഫിസിക്കൽ ആക്സസ് വേണ്ട. ജസ്റ്റ് നമ്മൾ അതിനകത്ത് എക്സ്പ്ലോയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കമ്പ്യൂട്ടറിലേക്ക് എക്സ്പ്ലോയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈസിലി നമുക്ക് എന്തുകൊണ്ടും കമാൻഡ് റൺ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാം, ഫയൽ അപ്ലോഡ് ചെയ്യാം, അങ്ങനെ. അതാണ് റിമോട്ട്. അതൊക്കെ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റും വേണ്ട. സോ അതിനാണ് എന്തെന്ന് പറയുന്നത് റിമോട്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാറ്റ്ഫോം, ഇത് റൺ ആവുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ യൂണിക്സ്, ഓക്കെ, ലിനക്സ്, വിൻഡോസ്, ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇത് റൺ ആവുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. EDB വെരിഫൈഡ്. ഓക്കെ, മെറ്റസ്കോൾ ഡാറ്റാബേസ് ഇത് വെരിഫൈഡ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇതൊരു പൈത്തൺ ബേസ്ഡ് ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതെന്ത്, നമുക്ക് മെറ്റസ്പോൾട്ട് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസ് നോക്കുവാണെങ്കിൽ ഇത് പൈത്തൺ ബേസ്ഡ് ആണ്. സോ ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. സോ എന്നോട് ചോദിച്ചു, ഹാക്കിംഗ് ഓടിക്കുമ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു. സോ പ്രോഗ്രാമിംഗ് അത്യാവശ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്, പക്ഷെ നമ്മൾ ഒരു പ്രോ കോഡർ ആവേണ്ട ഒരു കാര്യമില്ല. നമുക്കൊരു ബേസിക് അറിഞ്ഞിരിക്കണം. ഓക്കെ, കോഡിങ്ങിന്റെ ഒരു ബേസിക് എങ്ങനെയാണ്, ഫംഗ്ഷൻസ് എങ്ങനെയാണ്, ലൂപ്പ് ഫംഗ്ഷൻസ്, കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ പറയാം, മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കോഡിംഗ് എന്ന് പറയുമ്പോൾ പൈത്തൺ, ബാഷ്, അതുപോലെ തന്നെ C++. സോ അതൊന്നും നമ്മൾ അതൊക്കെ ഇവിടെ കവർ ചെയ്യും. നമ്മൾ കംപ്ലീറ്റ് 0 to അതിനെ മാസ്റ്റർ ലെവലിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളിവിടെ കവർ ചെയ്യും. എത്തിക്കൽ ഹാക്കിംഗ് കഴിയുമ്പോൾ നമ്മൾ കവർ ചെയ്യും. അപ്പോഴത്തേക്ക് നിങ്ങൾ നല്ലൊരു സൈബർ, നമ്മൾ നോക്കുന്ന പുതിയൊരു സൈബർ വാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്യണം പുതിയൊരു ജനറേഷനിലേക്ക്. ഓക്കെ, എത്തിക്കൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പം ജസ്റ്റ് നിങ്ങളൊരു എക്സ്പ്ലോയിറ്റ് സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് നമ്മുടെ ChatGPTക്കോ ഏതെങ്കിലും ഒരു AI-ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ചോദിക്കുക ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു. മേ ബി ചില കോഡുകൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ ബാക്ക് ഡോർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മെഷീനും നമ്മുടെ മെഷീൻ ചിലപ്പോൾ ക്രാഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ തന്നെ അത് ബാധിക്കും. നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഡാറ്റ തന്നെ എടുക്കാനുള്ള ചാൻസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെർച്വൽ മെഷീൻ്റെ അകത്തിട്ട് യൂസ് ചെയ്യണം. സോ ഫിസിക്കലായിട്ട് കമ്പ്യൂട്ടറിനെ ബാധിക്കത്തില്ല. നമ്മുടെ ലിനക്സിലെ മാത്രമേ ബാധിക്കത്തുള്ളൂ. അത് നമുക്ക് എപ്പോഴും റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നും കാണുന്നില്ല. ഇവിടെ ജസ്റ്റ് ഓക്കെ, ഇത് FTP പോർട്ട്. ഓക്കെ, FTP പോർട്ടിന് അറ്റാക്ക് ചെയ്യാനുള്ള ഇതാണ്. ജസ്റ്റ് നമുക്ക് റീകണക്ഷൻ കിട്ടും. ഓക്കെ, ഒരു ഷെൽ ആക്സസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നോർമലൈസ് ആണ്. ഓക്കെ, ഓക്കെ, ഇവിടെയാണ് നമുക്കൊരു മെറ്റസ്പോൾട്ട് എക്സ്പ്ലോയിറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക്. അപ്പം എന്താണ് എക്സ്പ്ലോയിറ്റ്, എക്സ്പ്ലോയിറ്റിനെ എങ്ങനെ ഡീപ്പായിട്ട് സെർച്ച് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. ഓക്കെ, എല്ലാം ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത് നോക്കാം. അതായത് ലിനക്സ് എല്ലാം നമ്മുടെ ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഇപ്പം ലിനക്സ് ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണല്ലോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒരു ടൂൾ ഉണ്ട്, ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ടൂളാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സെർച്ച് എക്സ്പ്ലോയിറ്റ് എന്നാണ് പേര്. ഓക്കെ, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇതാണ് ടൂൾ. ഓക്കെ, സെർച്ച് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസിന്റെ ഒരു ഓഫ്ലൈൻ വെർഷൻ ആണ്. ഇപ്പം നമുക്ക് എന്താണ് പെട്ടെന്ന് പോയി നമുക്ക് എക്സ്പ്ലോയിറ്റ് സെർച്ച് ചെയ്യണം. അപ്പം നമുക്ക് ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ഇല്ല. അപ്പം അങ്ങനെ നമ്മൾ സെർച്ച് എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്യാം. അതായത് എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസിന്റെ ഒരു ഓഫ്ലൈൻ മെത്താണ്. ഓക്കെ, സെർച്ച് എക്സ്പ്ലോയിറ്റ് -T ഇത് എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, -T എന്താ ടൈറ്റിലാണ്. ഓക്കെ, -S സർവീസ് റൺ. ഓക്കെ, നമുക്ക് പല രീതിയിലുള്ള ഞാൻ പറഞ്ഞല്ലോ നമുക്ക് CV വെച്ച് ഓക്കെ, നമുക്കിവിടെ CV വെച്ച് ഡിസ്കവർ ചെയ്യാൻ പറ്റും. CV വെച്ചിട്ട് നമുക്കിവിടെ ഡിസ്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കട്ടാക്കിയത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ എത്രയായിരുന്നു നമ്മുടെ CV. ഓക്കെ, CV നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ CV നോക്കുമ്പം ഇതാണ് നമ്മുടെ CV വരുന്നത്. 2011. ഓക്കെ, 2011, 25, 23 CV വരുന്നത്. പക്ഷെ നമ്മുടെ ടെർമിനലിലേക്ക് പോവാം. ഒന്ന് ക്ലിയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതെന്നെ കോപ്പി ചെയ്യാം, അതാണ് നല്ലത്. ജസ്റ്റ് ക്ലിയർ ചെയ്യാം.
നമുക്ക് നമ്മുടെ ഡേറ്റും കാര്യങ്ങളും ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വരുന്നത് 25-23 ആയിരുന്നു. ഓക്കെ, 25-23 2011 ആയിരുന്നു ഡെവലപ്പ് ചെയ്തത് നമ്മൾ കണ്ട CV. ഓക്കെ, 2011 ജസ്റ്റ് എൻട്രി. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും VSFTPD 2.3.4 ബാക്ക്ഡോർ എക്സിക്യൂഷൻ യൂണിക്സ് റിമോട്ട് ഓക്കെ .py. അതായത് ഒന്ന് പൈത്തണിലും ഉണ്ട്, അതുപോലെ എന്താണ് RB എന്ന് പറയുമ്പം നമ്മുടെ റൂബി. ഓക്കെ, റൂബി മെറ്റസ്പോൾഡർ ഫ്രെയിംവർക്കിലും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ ഏതിൽ വേണം സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്താണ് MS കൺസോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. MSF കൺസോൾ മെറ്റാഫോൾഡർ ഫ്രെയിംവർക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു മെറ്റാഫോൾഡർ ഫ്രെയിംവർക്ക് ഓപ്പൺ ചെയ്തു. ഡയറക്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സെർച്ച് ചെയ്യാം. നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ CV നമുക്ക് നോക്കാം. ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് CV നോക്കാം. മേ ബി സംതിങ് എറർ വന്നു. ഒരു മിനിറ്റ്. ഓക്കെ, എൻ്റെ മിസ്റ്റേക്ക് ആണ്. ഡയറക്റ്റ് ഇപ്പം MSF കൺസോളിൽ നമുക്ക് മെറ്റസ്പോൾഡർ സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇത് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുമ്പം കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ, അതായത് ഇതിന്റെ വെർഷൻ. ഓക്കെ, ജസ്റ്റ് ഇപ്പം നമുക്ക് FTPD 2.3.4 ജസ്റ്റ് കോപ്പി ചെയ്യുക, നമ്മുടെ ടെർമിനലിലേക്ക് വരിക, സെർച്ച് കൊടുക്കുക. ഇത് ഞാൻ ഇതിനും അറ്റാക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സെർച്ച് കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കാണാം നമുക്ക് എക്സ്പ്ലോയിറ്റ് യൂണിങ് FTP ബാക്ക്ഡോർ. നമുക്കിത് ആക്സസ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് വാല്യൂ നമ്മൾ 0 ഇടും. കാരണം എന്താണ്, ഇവിടെ ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മെറ്റസ്പോൾഡ് വെച്ചിട്ടുള്ള വീഡിയോസ് നോക്കിയാൽ മതി. സോ നമുക്കിവിടെ എന്താണ് 0 കൊടുത്ത് അത് യൂസ് 0 ആണ്, യൂസ് 0 കൊടുക്കാം. ജസ്റ്റ് ഓക്കെ, അതിവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തായിരുന്നു, ഷോ ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ഇതിന് വേണ്ടത് ഓക്കെ, ഇതിനൊരു ഹാർ ഹോസ്റ്റ് സെറ്റ് ആക്കണം, അതുപോലെ R പോർട്ട് സെറ്റ് ആക്കണം. ഓക്കെ, ഇതാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, അത് സെറ്റാക്കി നമുക്ക് അറ്റാക്ക് നടത്താൻ പറ്റും. ഇവിടെ ഞാൻ അറ്റാക്കിലേക്ക് എന്തായാലും പോകുന്നില്ല. സോ ജസ്റ്റ് ഞാൻ എക്സ്പ്ലോയിറ്റ് എന്താണ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇൻ കേസ് നമുക്ക് നമ്മുടെ ഗൂഗിളിലെ ഡാറ്റാബേസിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് പറഞ്ഞപ്പം ചിലപ്പോൾ മിക്കവർക്കും ഡൗട്ട് ഉണ്ട ഒരു കാര്യമായിരിക്കും, എന്താണ് ഈ ഇവർക്ക് എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസിലോ അല്ലെങ്കിൽ മെറ്റാസ്പോൾട്ട് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നവർക്കോ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് സൈബർ സെക്യൂരിറ്റി പല ഫീൽഡിലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗിൽ ആയവരുണ്ടാവും. ഇവരൊക്കെ എന്ത് ചെയ്യും, ജസ്റ്റ് സെർച്ച് ചെയ്യും. അതായത് അവർ സെർച്ചിങ്, അവർ സ്റ്റഡിങ് ആണ്. ഇന്നൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇന്ന സോഫ്റ്റ്വെയർ, ഇന്നൊരു ഹാർഡ്വെയറിനെ കുറിച്ച് അവർ സ്റ്റഡിങ് ആണ്. ഓക്കെ, അവർ കോഡിങ്ങിലൊക്കെ മാസ്റ്റേഴ്സ് ആയിരിക്കും. അവരിങ്ങനെ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ കണ്ടുപിടിക്കും. ഓക്കെ, ഇന്ന കോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ട്. സോ അവരങ്ങനെ അതിൽ മാസ്റ്റർ ചെയ്ത് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ലാസ്റ്റ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതിനുവേണ്ടി കോഡ് പ്രോഗ്രാം ചെയ്യും. അത് ഒന്നെങ്കിൽ ഡാറ്റാബേസ് എക്സ്പ്ലോയിറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മെറ്റസ്പോൾഡർ റാപ്പിഡ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും. അത് വെരിഫൈ ചെയ്ത് അത് നമുക്ക് ഒരു മൊഡ്യൂളായിട്ട് കിട്ടുന്നു. ഓക്കെ, പൈത്തൺ ബേസിൽ ചിലപ്പം പൈത്തന്റെ സ്ക്രിപ്റ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇത് ഇന്ന രീതിയിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യും, പല രീതിയിൽ നോക്കും. ഓക്കെ, എന്തൊക്കെ രീതിയിൽ വീക്ക്നെസ്, അങ്ങനെ കുറെ ടീമുണ്ട് ഇതിനു വേണ്ടി മാത്രം സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മൊഡ്യൂളിലേക്ക് അപ്ലോഡ് ചെയ്യും. സോ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അത്രയ്ക്കും പ്രോഗ്രാമിലൊക്കെ നമ്മൾ അത്രയ്ക്കും അസംബ്ലി ലാംഗ്വേജ് പോലത്തെ ലാംഗ്വേജ് നമ്മൾ അത്ര എക്സ്പെർട്ട് ആയിരിക്കണം. സോ നമ്മൾ ബേസിക് എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെയാണ് നോക്കുന്നത്. സോ നമ്മൾ പ്രോഗ്രാമിൽ അത്ര നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. നമുക്ക് സോ അതും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താണ് സീരീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതും വേണമെങ്കിൽ കവർ ചെയ്യാം. സോ നമ്മളിപ്പോൾ മാസ്റ്റർ ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് ആണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഡാറ്റാബേസിൻ്റെ അകത്ത് എക്സ്പ്ലോയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഒന്നും കിട്ടിയില്ല, ജസ്റ്റ് നമുക്ക് എന്താണ്, നമുക്ക് ഗൂഗിളിൽ ഒന്നും കിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, 3.4 കോപ്പി ചെയ്യുക. ഓക്കെ, നമുക്ക് വെർഷൻ കിട്ടി. നമുക്ക് എന്താണ് ഗൂഗിളിലെ റാപ്പിഡ് സെർവറിൽ ഒന്നും കിട്ടില്ല. നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഗിറ്റബ് സെർച്ച് ചെയ്യുക. ഞാൻ ഗിറ്റബ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ സോഴ്സ്, ഫ്രീ ഓപ്പൺ സോഴ്സ് ആണ്. എല്ലാവർക്കും അവരുടെ കോഡും കാര്യങ്ങളൊക്കെ എന്താണ് അതിനകത്ത് എന്താണ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിവസം നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഗിറ്റബ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് ഗിറ്റബില് നമുക്കറിയത്തില്ല, പല യൂസേഴ്സ് പല രീതിയിലായിരിക്കും കോഡ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. സോ നമുക്ക് കോഡ് വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക്
മൾട്ടിപ്പിൾസ് എക്സ്പ്ലോയിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഓക്കെ, ഇവിടെ സ്റ്റാർ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ 13 പക്ഷേ ഓക്കെ കുഴപ്പമില്ല. ഇൻ കേസ് നമുക്ക് എന്താണ് ജസ്റ്റ് exploit.py നോക്കുക. ഓക്കെ, കോഡ് നോക്കുക. ഞാൻ പറഞ്ഞില്ല, ചില കോഡുകൾക്ക് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ മെഷീനെ തന്നെ അറ്റാക്ക് ചെയ്ത് നമ്മളെ ഹാക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് കോഡിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. നമുക്ക് ഇൻ കേസ് ഓക്കെ നമുക്ക് പ്രോഗ്രാമേ അറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്യുവാണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നേരെ മറ്റേ എന്താണ് ChatGPT ഇട്ട് കൊടുക്കുക, ഈ കോഡ് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ജസ്റ്റ് കോഡ് എന്ന് വെച്ചാൽ ഫുൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. സോ ഈ കോഡ് എന്ന് പറയുന്നത് ഇപ്പം നോർമലൈസ് ആണ്, FTP സെർവറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. സോ GitHub യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, GitHub യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് നോക്കുക. ഓക്കെ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ കോഡ് എന്താണെന്ന് ശരിക്കും ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന മെഷീനിലേക്ക് നമ്മളിത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മളെ തന്നെ അത് ബാധിക്കും. കുറച്ചും കൂടെ മെയിനായിട്ട് ഞാൻ പറയാം, പൈത്തൺ പോലത്തെ കോഡ് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, മെറ്റസ്പോൾട്ട് ആണെങ്കിൽ കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് എന്താണ്, എക്സ്പ്ലോയിറ്റിലെ ഡീപ്പ് സെർച്ചിങ് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനകത്ത് ഞാൻ മെറ്റസ്പോൾട്ട് എങ്ങനെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എക്സ്പ്ലോയിറ്റ് എന്താ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കൽ വീഡിയോ കവർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പം എക്സ്പ്ലോയിറ്റ് എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് തന്നെ ഇപ്പം ഒരു വെർഷൻ ഡിറ്റക്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്പനി ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. ജസ്റ്റ് ഞാൻ പേരൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഓക്കെ ആ ഒരു കമ്പനിയിൽ പെൻ ടെസ്റ്റിംഗ് വെബ്സൈറ്റിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ സാധാരണ ഏകദേശം ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ എന്തെങ്കിലും ഇൻ കേസ് ഒരു കമ്പ്യൂട്ടർ സെർവർ തന്നെ പെൻ ടെസ്റ്റ് ചെയ്യുന്ന നേരത്തെ ഏകദേശം കൂടി പോയി ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കും. സോ ഞാൻ ഒരു കമ്പനി പോയിരുന്നു. അപ്പൊ അവർ ജസ്റ്റ് ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റ് ആണ്, അവർ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. സോ ആ വെബ്സൈറ്റിൽ എന്താണ് യൂസേഴ്സിന്റെ കുറെ വാല്യുബിൾ ആയ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് ആണ്. സോ അതങ്ങനെ ഒരു ഒക്കെ അതിന്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ഞാൻ എന്താണ് പുറത്ത് ഞാൻ പറയുന്നില്ല. സോ കമ്പനി പേരൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല. സോ അവർ അങ്ങനത്തെ ഒരു ഇത് പ്ലാനിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവർ എന്നെ ഒന്ന് വിളിച്ചു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യൂഷ്വലി എനിക്ക് ഒരു 20 to 30 മിനിറ്റ് ആണ് എടുത്തുള്ളൂ. ആദ്യം Nmap വെച്ച് സ്കാൻ ചെയ്ത് നോക്കി. സോ കമ്പ്യൂട്ടറിലും വെർഷൻസ് അവരുടെ സെർവറിലൊന്നും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, വെബലൈസ്ഡ് ടൂൾ വെച്ച് നോക്കി, അതിന്റെ വെർഷൻസ് കണ്ടു. ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് അതിന്റെ ഒരു ലോഗിൻ പാനൽ ഉണ്ട്, അതിന്റെ ലോഗിൻ പാനലിലേക്ക് പോയി. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് SQL ഇഞ്ചക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറയാം വാലിഡേറ്റ് യൂസർ ഇൻപുട്ട് അല്ലെങ്കിൽ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, SQL ഇഞ്ചക്ഷൻ ഒക്കെ എന്താണെന്ന് നമുക്ക് പഠിച്ചു വരാം. ഓക്കെ, അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് SQL വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഞാൻ ബൈപ്പാസ് ചെയ്ത് നോക്കി. ഞാൻ സക്സസ്ഫുള്ളി ഞാൻ ബൈപ്പാസ് ചെയ്തു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് ChatGPT വെച്ചാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതെ, കാരണം ബിഗിനേഴ്സും ഉണ്ട്, പിന്നെ സീനിയേഴ്സും ഉണ്ട്. സോ അവർക്ക് ഇനിയും കുറെ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം ടൈം കൺസിസ്റ്റൻസിക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ടൈം ലാഭിക്കാൻ വേണ്ടി അവർ ചെയ്ത പരിപാടിയാണ്. പക്ഷേ അതെന്താണ്, അതായത് ChatGPT പറയുന്ന ഒരു ഹാലൂസിനേഷൻ മെത്തേഡാണ്. ChatGPT കോഡ് തരും. ChatGPT എന്താണ് എല്ലാം പക്കയായിട്ട് തരും. പക്ഷെ ചില സമയത്ത് ചില കോഡുകൾ മിസ്സാവും. അതിന് സമയത്ത് അറ്റാക്കേഴ്സിന് എന്താവും, എക്സസ് സ്ക്രിപ്റ്റിംഗ് അതുപോലെ SQL ഇഞ്ചക്ഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ ജസ്റ്റ് ChatGPT കൊണ്ടൊക്കെ ഇന്നത്തെ എല്ലാവരും ചെയ്യുന്നതാണ്. വെബ്സൈറ്റും കാര്യം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക. ChatGPT തരുന്ന കോഡിൽ ഒരു ബേസിക്കലി ഒരു 80% ഓഫ് എറേഴ്സ് ഉണ്ടാവും. അത് വെച്ച് ആർക്കുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കൊരു യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ChatGPT വെച്ച് നല്ലൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ഗിറ്റബിലോ അല്ലെങ്കിൽ വെറാക്കിലോ വെച്ചിട്ട് ഹോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ എത്തിക്കൽ ഹാക്കിങ് അതിനകത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. സോ അതിനകത്ത് തന്നെ ഇഷ്ടംപോലെ വൾണറബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. സോ നിങ്ങൾക്ക് തന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ChatGPT വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വലിയ കാര്യങ്ങളൊന്നും കോഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം സെൻസിറ്റീവ് ഡാറ്റാസ് എല്ലാം ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ഡാർക്ക് വെബ് പോലത്തെ കാര്യങ്ങളിലൊക്കെ ചെന്ന് ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എക്സ്പ്ലോയിറ്റ് എന്താണെന്നും സെർച്ച് ചെയ്യാൻ എന്താണെന്നും എന്തിനാണ് എക്സ്പ്ലോയിറ്റ്, അതിന് CV എന്താണെന്നും അതിന്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതൊരു പ്രാക്ടിക്കൽ വീഡിയോ ആണ്. ഓക്കെ, ജസ്റ്റ് വീഡിയോ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.